അഡ്വക്കേറ്റ് കെ അനിൽകുമാർ. അപ്പോൾ വസന്തിന്റെ പ്രതീക്ഷ, കോൺഗ്രസിന്റെ പ്രതീക്ഷ അതാണ്, LDFന്റെയും CPMന്റെയും പ്രതീക്ഷ താങ്കളും പങ്കുവയ്ക്കുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിൽ മണ്ഡലത്തിൽ സജീവമായി വന്ന ചില രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് നമ്മൾ ഇനി പോകുമ്പോൾ താങ്കളും അഡ്വക്കേറ്റ് അനിൽകുമാറും ഒക്കെ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട സജീവമായ ചർച്ച. നോക്കൂ, പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഒരു അഭിമുഖം ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറയുന്നു, കേരളത്തിൽ യാതൊരു വയലൻസും നടത്തിയിട്ടില്ലാത്ത സംഘടനയാണ് വെൽഫെയർ പാർട്ടി. മതസൗഹാർദ്ദത്തിന്റെ അജണ്ടയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഇത്തരം ഒരു സംഘടനയെ തള്ളിപ്പറയേണ്ട സാഹചര്യം എന്താണ്? ചോദ്യം അഡ്വക്കേറ്റ് അനിൽകുമാർ CPIMനോടാണ്. സോറി, അഡ്വക്കേറ്റ് അനിൽകുമാർ, ഞാൻ ലാൽകുമാറിനോടാണത് പേര് മാറിപ്പോയതാണ്. അഡ്വക്കേറ്റ് അനിൽകുമാർ, ഈ CPM ഈ ജമാഅത്തെ ഇസ്ലാമി വിഷയം ഉന്നയിക്കുമ്പോഴാണ് എന്തിന് അവരെ തള്ളിപ്പറയേണ്ടതുണ്ട് എന്നും അവർ മതസൗഹാർദ്ദത്തിന്റെ അജണ്ട മുന്നോട്ട് വെക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അവർക്ക് കേരളത്തിലൊരു പത്രമുണ്ട്, അതിൻ്റെ പേര് മാധ്യമം, ഒരു ചാനലുണ്ട് മീഡിയ വൺ. ഞാൻ ഈ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ഭരണം പിടിച്ചു, അമേരിക്ക ഒളിച്ചോടുകയും തീവ്രവാദികളായ താലിബാനെ, ഫാസിസ്റ്റുകളായ താലിബാനെ, മതരാഷ്ട്രീയം പയറ്റുന്ന താലിബാനെ അഫ്ഗാനിസ്ഥാൻ്റെ ഭരണം ഏൽപ്പിച്ചിട്ട് ഒളിച്ചോടിപ്പോയി അവർ. നമ്മളൊരു കാര്യം മറന്നു പോകരുത്, അഫ്ഗാനിസ്ഥാനിലൊരു ഗവൺമെൻറ് ഉണ്ടായിരുന്നു. നജീബുള്ള എന്ന് പറയുന്ന ഒരു നേതാവാണ് അവിടുത്തെ പാർട്ടിയുടെ നേതാവായി ഗവൺമെൻറ്റിനെ നയിച്ചിരുന്നത്. അദ്ദേഹത്തെ താലിബാൻകാർ വന്ന് പിടിച്ചു കെട്ടി നഗ്നനാക്കി വിളക്കുകാലിൽ കെട്ടി അദ്ദേഹത്തെ കടന്നാക്രമിച്ച് കൊന്നു. അങ്ങനെ ഭരണം പിടിച്ചതാണ് ഒസാമ ബിൻ ലാദൻ്റെ നേതൃത്വത്തിൽ. അതാണ് താലിബാൻ. ആ താലിബാൻ്റെ നേതാക്കന്മാരെ പിന്നീട് അമേരിക്ക കൊന്നു. പക്ഷെ പിന്നീട് താലിബാൻ തിരിച്ചു വന്നപ്പോൾ അമേരിക്കൻ പട്ടാളം ഒളിച്ചുപോയി. ഇന്നിപ്പോൾ ഇറാന് നേരെ വേണേൽ യുദ്ധം നടത്തിക്കളയാം, ഞങ്ങൾക്ക് 24 സൈനിക താവളങ്ങൾ പശ്ചിമേഷ്യയിലുണ്ട്, നിന്നെയൊക്കെ ചുട്ടിടുവേൻ എന്ന് എക്സിൽ എഴുതിയിരിക്കുകയാണ്. ഇപ്പോൾ കുറിച്ചിരിക്കുകയാണ് നമ്മുടെ അമേരിക്കയുടെ പ്രസിഡന്റ്. ഈ അമേരിക്കയുടെ പ്രസിഡന്റാണ് വാലും ചുരുട്ടിക്കൊണ്ട് ഓടിയത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന്. അപ്പം മാധ്യമ പത്രത്തിൻ്റെ തലക്കെട്ടെന്തായിരുന്നു? വിസ്മയമായി താലിബാൻ. കേരളത്തിലെ ഏതെങ്കിലും ഒരു പത്രം താലിബാനെ ഇതുപോലെ പിന്തുണച്ച് ഒരു തലക്കെട്ടിടൂ, ഫ്രണ്ട് പേജാണ്, വിസ്മയമായി താലിബാൻ. അതിനർത്ഥം എന്താണ്? താലിബാനെ പിന്തുണയ്ക്കുന്ന പത്രമാണ് മാധ്യമം. ആ പത്രത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. മാധ്യമം ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് മാധ്യമത്തെ നിരോധിച്ചത്? ഞങ്ങൾ മാധ്യമ നിരോധനത്തെ പിന്തുണച്ചവരല്ല കേട്ടോ. മാധ്യമത്തെ നിരോധിച്ചപ്പോൾ അവർക്ക് ജനാധിപത്യപരമായി പ്രവർത്തിക്കാൻ അവസരം കൊടുക്കാതെ വന്നപ്പോൾ തെറ്റാണെന്ന് പറഞ്ഞവരാണ് CPM. പക്ഷെ മാധ്യമത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പച്ചയായ മതരാഷ്ട്രീയമാണ്. അത് BJPക്കാർ ഇന്ത്യയിൽ മതരാഷ്ട്രീയം നടപ്പാക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് മാത്രം മതരാഷ്ട്രീയം പറ്റത്തില്ല എന്ന് BJP പറയുന്നതാണ് ഇരട്ടത്താപ്പ്. അതുകൊണ്ട് മാധ്യമം നിരോധിക്കുന്ന ഇവിടുത്തെ BJP ഗവൺമെൻറ്റിനോട് പറയുന്നത്, അല്ലെങ്കിൽ മീഡിയ വൺ നിരോധിക്കുന്ന BJP ഗവൺമെൻറ്റിനോട് പറയുന്നത്, നിങ്ങൾ ജനൻ TV നിരോധിക്കണം, ജന്മഭൂമി നിരോധിക്കണം, എന്നിട്ട് വേണം മറ്റു പറഞ്ഞു. ഇത് രണ്ടും മതരാഷ്ട്രീയക്കാരാണ്. അതുകൊണ്ട് വിസ്മയമായി താലിബാൻ എന്ന് പറയുന്ന ഒരു വാർത്ത കൊടുക്കുന്ന മനോഭാവമുള്ള ഒരു മാധ്യമം, ആ മാധ്യമം പത്രത്തെയും മീഡിയ വണ്ണിനെയും നെഞ്ചേറ്റുന്ന VD സതീശൻ എവിടേക്കാണ് UDFനെ കൊണ്ട് തളയ്ക്കാൻ പോണത്? എവിടേക്കാണ് കോൺഗ്രസിനെ കൊണ്ട് തളയ്ക്കാൻ പോകുന്നത്? രണ്ടാമത് ഇപ്പോൾ ഉണ്ടായ വിഷയങ്ങൾ നോക്കൂ. ഇസ്ലാമിക് ബ്രദർഹുഡിൻ്റെ നേതാക്കന്മാരുടെ ചിത്രം പതിച്ചുകൊണ്ട് കേരളത്തിനകത്ത് ഘോഷയാത്രകൾ. എന്തിനാ അങ്ങനെ ഘോഷയാത്ര നടത്തേണ്ടി വരുന്നത്? ആ ഘോഷയാത്ര സംഘടിപ്പിച്ച് ജമാഅത്തെ ഇസ്ലാമി അല്ലേ? ആ ഘോഷയാത്രയുടെ പിന്തുണക്കാർ ജമാഅത്തെ ഇസ്ലാമി അല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ രാജ്യത്ത് ഒരു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരുടെ ആ ഒരു ഘോഷയാത്ര പൊക്കഴിഞ്ഞാൽ, മതപരമായ ഘോഷയാത്ര പൊക്കഴിഞ്ഞാൽ, ഇസ്ലാമിൻ്റെ എല്ലാ ആരാധനാലയങ്ങളും ടാർപോളിനിട്ട് മൂടേണ്ടി വരുന്നൊരു ഇന്ത്യയെക്കുറിച്ച് നമുക്ക് കേട്ടിട്ടുണ്ട്. ആ UPയിലെ ഒരു MP ആണ് പ്രതിപക്ഷ നേതാവ് രാജീവ് ഗാന്ധി.